നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ശിവനാരായണ വെമ്പായം. വേഴമാറ്റം കൊണ്ട് വളരെ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേഴം 2026 6 മാസം 2-ാം തീയതിയാണ് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. കർക്കിടകൻ രാശിയിൽ നിന്ന് 2026 ഒക്ടോബർ മാസം ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കും. 2027 ജനുവരി മുതൽ ചിങ്ങത്തിൽ നിൽക്കുന്ന വേഴൻ വീണ്ടും കർക്കിടകൻ രാശി വരും. ആ 2027 6 മാസം 26-ാം തീയതി വരെ കർക്കിടകൻ രാശിയിൽ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ചിങ്ങത്തിൽ വരും. അപ്പോൾ വേഴൻ വളരെ അനുകൂലമായിട്ട് സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ മേടക്കൂർ വരെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. കാരണം വേഴൻ 4-ലും 5-ലുമാണ് സഞ്ചരിക്കുന്നത്. 4 നിൽക്കുമ്പം ക്ഷേത്രം, സുഖം, വാഹനം, ആശ്രയം, വീട്, വസ്തു, കെട്ടിടം, വാഹനം. വർഷങ്ങൾ കൊണ്ട് ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോണവർക്ക് ഇപ്പോൾ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കെട്ടിട നിർമ്മാണ തടസ്സങ്ങളൊക്കെ മാറി, കാര്യ തടസ്സം മാറി നമുക്ക് വിജയിക്കാൻ പറ്റും. കാലതാമസം മാറ്റി താമസം ആകുന്ന തരത്തിലുള്ള വീടിൻ്റെ പണി ഉണ്ടാകേണ്ടുന്ന സമയവും. സന്താന സ്ഥാനത്ത് വരുന്നത് കൊണ്ട് പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോദയം. സന്താനലാഭം, ആരോഗ്യം, ബുദ്ധി, മനസ്സിന് സന്തോഷം, പുണ്യം ഇതൊക്കെ കിട്ടും. കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ മുക്കാൽ അത്തം ചിത്തിര വരെയുള്ള നക്ഷത്രക്കാർക്ക് വേഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 11-ൽ വരുമ്പോൾ സർവാഭിഷ്ടാകും, എല്ലാ ഇഷ്ടകാര്യങ്ങളും സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും ഭ്രാതാവ്, അമ്മ പെറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം, ജോലി, പൈസയൊക്കെ കിട്ടി അവരും വെറും 0 ഇരിക്കുന്നവരും ഹീറോ ആവും. ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴം ഉണ്ടെങ്കിൽ അതിനും കൂടെ പരിഹാരം ചെയ്യണം. കാരണം ഇതേപോലുള്ള വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് ജോലി കിട്ടും, ലാഭം കിട്ടും, ഐശ്വര്യം കിട്ടും, പുരോഗതി കിട്ടും എന്നൊക്കെ ചില വീഡിയോകൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് വേഴം 12-ൽ 8-ൽ നാശസ്ഥാനത്ത് ഒരു കാലത്തും രക്ഷപ്പെടാത്ത ഭാഗ്യ കുറവുള്ളവരൊക്കെ ഉണ്ട്. അവർ പറയും ഈ വീഡിയോയിൽ പറഞ്ഞത് നല്ലതെന്നും എൻ്റെ ജാതകം നോക്കിയിട്ട് ദോഷമാണല്ലോ പറഞ്ഞു. അപ്പോൾ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ അനുകൂലിച്ച് സഞ്ചരിക്കുന്ന സമയം നമുക്ക് കുറേ നേട്ടങ്ങൾ കിട്ടുന്ന സമയം. ആ അവസരം നിങ്ങൾ മുതലാക്കണം. അങ്ങനെ ഉത്രാത്തം ചിത്തിരക്കാർക്കും ചിത്തിരയുടെ കന്നിക്കൂറും തുലാക്കൂറുകാർക്കും അടുത്ത ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ മുക്കാല് വരെ ഉള്ളവർക്കും അനിഴം കേട്ട വരെയുള്ള നാളുകാർക്കും നല്ലതാണ്. കാരണം ചിത്തിരയില, ചോതി, വിശാഖത്തിൻ്റെ മുക്കാലുകാർക്ക് വേഴം 10-ലും 11-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 10-ൽ വേഴം വരുമ്പോൾ നമുക്ക് ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള പ്രവൃത്തി അഭിവൃദ്ധിപ്പെട്ടു വരാനും യോഗം. അതേപോലെ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയം കിട്ടും. ദേവാലയം, അമ്പലം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികളിൽ നിന്നും പ്രീതി, സഹായമൊക്കെ കിട്ടും. അതേപോലെ നമ്മൾ ഹീറായിട്ടിരിക്കുന്ന ഒരാൾ ഹീറായിട്ട് വരാനും അവരുടെ കഴിവുകൾ കൊണ്ട് സമൂഹത്തിൽ നിലയും വിലയും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ചയും കാര്യനേട്ടങ്ങളൊക്കെ വന്ന് അഭിമാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി രക്ഷപ്പെടാൻ പറ്റുന്ന സമയമാണ് ചിത്തിരയ, ചോതി, വിശാഖം, തുലാക്കൂറുക. വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും കേട്ടേന്ന ആളുകാർക്ക് അപ്പോൾ ഭയങ്കര ഘട്ടത്തിൽ നിന്ന് ആത്മഹത്യ വരെ ചെയ്തു കളഞ്ഞാൽ കൊള്ളാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്ക് വേഴം 9-ലും 10-ലും നിൽക്കുന്ന സമയമാണ്. 9-ൽ നിൽക്കുമ്പോഴാണ് ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദം. ഗുരുക്കന്മാർ, ഈശ്വരന്മാർ എല്ലാവരും പ്രസാദിക്കുന്നത്. വെറുതെ ഭാഗ്യസ്ഥധർമ്മസ്യ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരും. ശുഭതപസ്, എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചതൊക്കെ നേടി ജയിക്കാനും സന്താനത്തിനും കുടുംബത്തിനും അഭിവൃദ്ധി കിട്ടാനും ഒക്കെ ഉള്ള യോഗം വരുന്നത്. 10 നിൽക്കുമ്പോൾ ജോലി, അധികാരം, ചെറിയൊരു ബിസിനസ് തുടങ്ങിയാൽ അതിലും പാച്ചവും നേട്ടവും പുരോഗമനങ്ങളും ഒക്കെ കിട്ടുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഈ രാശിക്കൂറുകാർക്കൊക്കെ വേഴമാറ്റം കൊണ്ട് വളരെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ്.
ആ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സീറായിട്ടിരിക്കുന്ന ആൾ ഹീറാവാൻ, ഹീറോയിട്ടിരിക്കുന്ന ആൾ സ്റ്റാറാവാൻ, സ്റ്റാറായിട്ടിരിക്കുന്ന ആൾക്കാർ ആ സൂപ്പർ സ്റ്റാർ ആവാനും യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ദക്ഷിണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ സൽ പ്രതികൂലക സതി ഞാൻ അനുകൂല. സർവ്വദേവന്മാരുടെയും അനുകൂലം കിട്ടുന്ന സമയം എന്നൊക്കെ വളരെ ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളും കിട്ടും. കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവർ കറണ്ടിനെ കണ്ടിട്ടുള്ളവർ ആരുമില്ല. ഞാൻ പൊതുവേ പറഞ്ഞൊരു കാര്യം, കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം പ്രവർത്തിക്കും. കറണ്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സോളാറിൽ നിന്ന്, കാറ്റിൽ നിന്ന്, തിരമാലകളിൽ നിന്ന്, താപ വൈദ്യുത നിലയങ്ങളിൽ നിന്നൊക്കെയാണ് ഈ കാറ്റുണ്ടാകുന്നത്. പ്രകൃതി പല സാധനങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് ഊർജം കിട്ടുന്നത് പോലെ പ്രകൃതിയിലുള്ള ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഊർജം കിട്ടാനും നിങ്ങളൊരു ജനറേറ്ററായിട്ട് പ്രവർത്തിക്കാനും യോഗമുണ്ട്. അപ്പോൾ ഏത് മിഷ്യൻ വേണോ പ്രവർത്തിക്കാൻ പറ്റും, ജനറേറ്ററുണ്ട്. അതേപോലെയാണ് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നിൽക്കുമ്പോൾ നിങ്ങൾ ചെന്ന് തൊടുന്ന കാര്യങ്ങളെല്ലാം തൊട്ടതെല്ലാം പൊന്നായതുപോലെ നല്ല ഐശ്വര്യത്തോടുകൂടി അഭിവൃദ്ധിയോടുകൂടി ഒന്നുമില്ലാത്ത തകർച്ചയിൽ കിടക്കുന്ന ഒരാളും വളർച്ചയിലേക്ക് പുരോഗതി ചൂണ്ടുന്ന ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടുന്ന, ഏത് കാര്യത്തിന് പോലും വിജയം കിട്ടുന്ന അവസരം നമുക്ക് കിട്ടും. ചെറിയൊരു ജോലിയാണ് കിട്ടിയാലും കളയരുത്, അഡ്മിഷൻ കിട്ടിയാൽ കളയരുത്. നമുക്ക് കിട്ടുന്ന പ്രവർത്തന രംഗങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യാദികളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെറിയ പ്രയത്നം ചെയ്യുമ്പോൾ വലിയ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രവൃത്തിയും ഐശ്വര്യവും പുരോഗതികളും കിട്ടും. ദോഷ സമയമാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ് ഈ വേഴം ബുദ്ധിയുടെ ആളാണ്. അനുകൂലിച്ച് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കും, ബുദ്ധി കിട്ടും. പുത്രരും സന്താനകാരകനാണ് വേഴ. അതുകൊണ്ട് സന്താനങ്ങൾക്കും നല്ല ഐശ്വര്യം പ്രവൃത്തിയും, നമ്മൾ പറയുന്ന പിള്ളേർക്ക് കേൾക്കാനുള്ള മനസ്സും അവർ പറയണ നമുക്ക് കേൾക്കാനുള്ള മനസ്സും, സന്താനങ്ങൾക്ക് ഐശ്വര്യ പ്രവൃത്തിയൊക്കെ ഉണ്ടാവും. സന്താനങ്ങൾക്ക് വിദ്യയും ജോലിയും പൈസയും അധികാരവും ഒക്കെ കിട്ടും. അങ്ങനെ ഒരു രീതി വരും. സ്നേഹം, എല്ലാവരോടും സ്നേഹം നമ്മളും കാണിക്കും, നമ്മളോടും എല്ലാവരും സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെ കാണിക്കും. ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം, ഉടമ്പ്. അപ്പോൾ ശരീരത്തിന് ദേഹസ്ഥ സൗഷ്ഠവ്യം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ ബഹുസ തത്സർവം ചിന്തനീയം വിലഗ്നത. അപ്പോൾ നമുക്ക് ശരീരത്തിന് ആരോഗ്യം, സൗന്ദര്യം, തേജസ്, അഭിവൃദ്ധി കിട്ടും. വയസ്സായ ഒരാളാണെങ്കിൽ പോലും ചെറുപ്പക്കാരെ പോലുള്ള സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ കിട്ടി അവർ നല്ല രീതിയിൽ വരും. അങ്ങനെ വേഴനെന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് തേജസ്സും ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ട്. അങ്ങനെ ബുദ്ധിയും പുത്രരും സ്നേഹം, ദേഹാർത്ഥം, നിറയെ പൈസ കിട്ടും, ഗുരുത്വം കിട്ടും. പിതാ ഗുരു ദൈവം. ഇങ്ങനെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ സഹായം കിട്ടും. അങ്ങനെ നമുക്ക് മന്ത്രത്വം, മന്ത്രജപങ്ങൾ, പുണ്യസ്ഥലങ്ങളിലുള്ള ദർശനങ്ങൾ, അതേപോലെ തീർത്ഥാടനങ്ങൾ, നമുക്ക് കാശിയിൽ രാമേശ്വരത്ത് അല്ലെങ്കിൽ അതേപോലെ ഹജ്ജിന് പല സ്ഥലത്ത് അവരുടെ മതപരമായിട്ടുള്ള പള്ളികളിലും അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ ദർശനം നടത്താനും എല്ലാ ദൈവങ്ങളോടും ഭക്തി മമത ഇഷ്ടം തോന്നാനും അങ്ങനെ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനും പറ്റുന്ന സമയമാണ്. ഇങ്ങനെയുള്ള ദൈവങ്ങളുടെ അനുഗ്രഹം ഉള്ള സമയത്ത് നമ്മൾ തുടക്കം കുറിക്കുന്ന ഏത് ബിസിനസ്സുകളും പ്രവൃത്തികളും കാര്യങ്ങളും വൻ വിജയകരമായിട്ട് വരും. ദൈവാനുകൂല്യം മറഞ്ഞ് ഭാവിയിൽ പോയാൽ പോലും ഇന്ന് കിട്ടുന്ന ഈ അവസരങ്ങളിൽ നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ ജീവിതകാലം മൊത്തം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. കാരണം ഇത്രയും അനുകൂലമായ സമയത്ത് നമുക്കൊരു ജോലി കിട്ടിയ നമുക്ക് മരിക്കുന്നത് വരെ ശമ്പളവും ചിലപ്പോൾ പെൻഷനും കിട്ടുമെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ വിജയിച്ച് നേടാൻ നിങ്ങൾ ശ്രമിക്കണം. കാലഭൈരവ സ്വാമിയെയും കുടുംബദേവന്മാരെയും പത്മനാഭസ്വാമിയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോയി തൊഴുവാണം. കാരണം നമ്മൾ ഭഗവാന്റെ അടുത്ത് പോകാനും തൊഴുവാനും പറയുന്നത് നമ്മൾ ടവറിൻ്റെ മുമ്പ് ചെല്ലുമ്പോഴാണ് നമ്മളെ നെറ്റ്വർക്ക് കണക്റ്റ് ആവണം. അപ്പോൾ പെട്ടെന്ന് എല്ലാ സ്പീഡിൽ ചടുകുടവും നടക്കും.
വാട്സപ്പ്, ഫേസ്ബുക്ക്, അതേപോലെ മെയില്, കാള്, മെസ്സേജ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇല്ലാതെ നമുക്ക് ടവറിൽ നിന്ന് ഒരുപാട് അകന്നു പോയാൽ എന്ത് ചെയ്യും? നല്ല ഫോണാണ് കയ്യിൽ ഇരുന്നാലും ചിലപ്പം അത് ഉപയോഗമില്ലാതായിപ്പോൾ. അതേപോലെ നല്ല സമയങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മളെ നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ആരെയൊക്കെ സമീപിക്കണം, എവിടെയൊക്കെ പോകണം. അമ്പലത്തിൽ മാത്രമല്ല, നമ്മൾ കുറച്ച് പരിശ്രമം കൂടെ നടത്തിയാൽ നമുക്ക് വലിയ നേട്ടങ്ങളായിട്ട് ശോഭിക്കുന്ന ഘട്ടമാണെന്ന് കരുതണം. അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.